അമ്മേ ആ അമ്മേ ആരാ വന്നേ നോക്കിയേ അമ്മേ. ആ സീമയോ? വാ. സീമേച്ചിയെ ഞാൻ വിളിച്ചിട്ട് വന്നതാ. നമ്മള് നാളെ ചടങ്ങിന് പോകുമ്പം കുഞ്ഞുങ്ങളെ നോക്കാൻ ആള് വേണ്ടേ? ആ അത് ശരിയാ. കുഞ്ഞുങ്ങളെ നോക്കാൻ സീമ കൂടി ഉണ്ടെങ്കിൽ അത് വലിയ സഹായാവും. ആ ദാ ഇത് നിങ്ങൾ രണ്ടുപേർക്കും ചടങ്ങിനിടാനുള്ള ഡ്രസ്സാ. ആ അപ്പോ കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങിയില്ലേ? അത് ശരിയാണല്ലോ. നീ എന്താ വിനയ മക്കൾക്ക് വാങ്ങാതിരുന്നത്? നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ ഭംഗിയായിട്ട് കൊണ്ടുചെല്ലണ്ടേ? അതെ, എങ്കിലല്ലേ നീ കുഞ്ഞുങ്ങളെ നന്നായി നോക്കുന്നുണ്ടെന്ന് ചീരുവിന് മനസ്സിലാവൂ. അതിന് നമ്മള് പിള്ളേരെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ. ഇല്ലേ? പിന്നെ നീ സീമയെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മൾ ചടങ്ങിന് പോകുമ്പോ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിട്ടല്ലേ? അതമ്മ പറഞ്ഞത് ശരിയാ. സീമേച്ചോട് വരാൻ പറഞ്ഞത് ചടങ്ങിന് പോകുമ്പോ പിള്ളേരെ നോക്കാൻ വേണ്ടി തന്നെയാ. പക്ഷെ അത് ഇവിടെ വെച്ചാണെന്ന് മാത്രം. നമ്മൾ മൂന്നുപേരും കൂടി പോകുമ്പോ സീമേച്ചി ഇവിടെ നിന്ന് പിള്ളേരെ നോക്കിക്കോളൂ. വിനയ, കുഞ്ഞുങ്ങളെ കൊണ്ട് ചെന്നില്ലെങ്കിലേ അത് ചീരുമോൾക്ക് വിഷമാകൂലേ? അതൊന്നും സാരമില്ല. കുഞ്ഞുങ്ങൾ ഇവിടെയാണെങ്കിലേ ചീരു മോനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരൂ. എന്നാലും വിനയ, അത് ശരിയാണോ? ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനാ. നിങ്ങൾ രണ്ടുപേരും കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മാത്രം മതി, കേട്ടല്ലോ? അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും നീ ഇങ്ങനെയാണല്ലോ. സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടുമല്ലേ. അതുകൊണ്ടാണല്ലോ ചീരു ഇപ്പൊ അവിടെ തന്നെ നിൽക്കുന്നത്. എടാ, നമ്മൾ മൂന്ന് പേര് മാത്രമായിട്ട് ചടങ്ങിന് പോകുന്നത് ശരിയല്ല. കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുപോകുന്നത് അതിന്റെ ശരി. ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ച വേണ്ട. പിള്ളേരെ കൊണ്ടുപോകുന്നില്ല. അവരെ സീമജി നോക്കിക്കോളൂ. ആ പിന്നെ 3 പേരായിട്ട് പോകുന്നത്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാ. അത് മതി. ആരെ കൂട്ടിക്കൊണ്ടു പോവാന്നാ? ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരും ഇല്ലാത്തത് എന്റെ കുഴപ്പമൊന്നുമല്ലല്ലോ. ആരെയും കിട്ടിയില്ല, എന്റെ കൂട്ടുകാരെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാ. അത് മതി. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞങ്ങളായിട്ട് ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ആ, ഞാൻ സീമയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. കുഞ്ഞുങ്ങളെവിടെ? അവര് മേളില്ല, നല്ല ഉറക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്, സീമ അങ്ങോട്ടേല്ലേ. ആ സീമേച്ചി, ദേ പിള്ളേർ ഉറങ്ങുവാണെങ്കിൽ വിളിച്ചുണർത്താണെന്ന് നിൽക്കണ്ട കേട്ടോ. ഉണർന്നാ ഉടനെ തുടങ്ങും കാർച്ച. മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടി പോകും. ഇവൻ നന്നാവും തോന്നുന്നില്ലല്ലോ ഇതിയെ. ഏട്ടാ, അതിങ്ങനെ തന്നെ. അച്ഛനോടൊന്ന് ക്ഷണിച്ച സ്ഥിതിക്ക് നമ്മളെല്ലാവരും പോകേണ്ടതാ. മാത്രമല്ല, മെയിനായിട്ട് പോകേണ്ട ആൾ പോകുന്നുമില്ലല്ലോ. അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളാരും പഞ്ചരത്നത്തിലെ ചടങ്ങിന് പോരുന്നാവും അമ്മയുടെ ആഗ്രഹം. അത് മുടക്കാൻ മനസ്സിൽ എന്തെങ്കിലും നേർച്ച നടത്തിയിട്ടുണ്ടാവും. അത് ശരിയാ. നേരിട്ട് എതിർക്കാൻ പറ്റാത്തതുകൊണ്ടാ അമ്മ മിണ്ടാതിരിക്കുന്നേ. പണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ അവസ്ഥ? ഇന്ദ്രേട്ടനും മേടത്തിയും എന്തായാലും പോണം. പഞ്ചരത്നത്തിൽ വരുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ ആ വിനയന്റെ ജാട കണ്ടിട്ട് വരില്ലെന്ന് ഓർക്കുമ്പോഴാ ഒരു മടി. സത്യം പറഞ്ഞ എനിക്കും ആ വിനയന്റെ മുന്നിൽ ചെന്ന് ചാടാൻ യാതൊരു താല്പര്യമില്ല ഇന്ദ്രേട്ടാ. പിന്നെ ഇന്ദ്രേട്ടനും ചേച്ചിയും പറഞ്ഞ ഞാൻ വരാം. വേണ്ട ഇന്ദ്രേട്ടാ, ഇവരൊക്കെ പറഞ്ഞതുപോലെ വിനയൻ ഒരു പ്രത്യേക ടൈപ്പാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യും. എന്തിനാ വെറുതെ? നമ്മൾ മാത്രം പോയാൽ മതി. അപ്പൊ ഞാൻ മാത്രമല്ല, വിനയനോ ഇവർക്കൊക്കെ പ്രശ്നക്കാരനായി. ഒരു പ്രശ്നത്തിനും നിൽക്കാത്ത മാന്യന്മാര്. അതുമാത്രല്ല ഇന്ദ്രേട്ടാ, എല്ലാരും കൂടി ഇവിടുന്ന് പോയാ അമ്മയുടെ കാര്യം ആരും നോക്കും? നമ്മളാരും ഇല്ലെന്ന് തോന്നിയാ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനും മടിക്കില്ല. എല്ലാവരും കൂടി പോയാ ഒറ്റക്കിട്ടിട്ട് പോയെന്നും പട്ടിണി കിടത്തിയെന്നൊക്കെ പരാതി പറഞ്ഞേക്കാം. എന്താ പിന്നെ
ഞാനും അനുവും മോനും കൂടെ രാവിലെ അങ്ങ് പോവാം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്ന് കരുതി ഞാൻ ആ ശിവന്റെ വണ്ടി ഏർപ്പാട് ചെയ്തിരുന്നു. ഇനിയിപ്പോ അവനെ വിളിച്ച് വരണ്ടെന്ന് പറഞ്ഞേക്കാം. എന്നിട്ട് ഏട്ടനും ഏടത്തിയും അത്രയും ദൂരം സ്കൂട്ടർ ഓടിച്ചു പോകാനാണോ? അതൊന്നും കുഴപ്പമില്ല സത്യ, ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുള്ളതല്ലേ. അത് വേണ്ട ഏട്ടത്തി, മോനും കൂടി ഉള്ളതല്ലേ. ടാക്സിയിൽ പോയാൽ മതി. അല്ലെങ്കിൽ സമയം വളരെ മോശം. അത് സോന പറഞ്ഞത് കറക്റ്റാ. നിങ്ങൾ നാളത്തെ ഫംഗ്ഷന് പോകരുതെന്നും നാളെ ആ ഫംഗ്ഷൻ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അപ്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെന്തിരേട്ടാ, എന്തായാലും വണ്ടി വരാൻ പറഞ്ഞിരിക്കുവല്ലേ, നിങ്ങൾ അതിൽ പോയാൽ മതി. ശരി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ദേ, അമ്മയുടെ കാര്യം നീയും പ്രതിഭയും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം സോനെ. അത് ഞങ്ങൾ നോക്കിക്കോളാം ഏട്ടാ. പിന്നെ ഞങ്ങൾ അതിരാവിലെ പോവും. കുറച്ച് നേരത്തെ എത്തണമെന്ന് അമ്പിളി ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാ അത്താഴം കഴിക്കാം. പ്രതിഭ എല്ലാം റെഡിയാക്കി വെച്ചാണ്. കഴിച്ചിട്ട് വേഗം കിടക്കാലോ. മോൻ ഉറങ്ങിയില്ലേ? നീ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. ഈ സുശീലയെ ക്ഷണിക്കാതെ പഞ്ചരത്നത്തിൽ ആദ്യമായൊരു ചടങ്ങ് നടക്കാൻ പോവുക. അതെന്തായാലും വെറുതെ ആയി പോവില്ല മക്കളെ. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവർക്ക്. മോളെ അമ്പിളി, നീയും ഇരുന്ന് കഴിക്കുക. എല്ലാരും കഴിച്ചു കഴിഞ്ഞാ പിന്നെ നീ ഒറ്റയ്ക്കായി പോവില്ലേ? അത് കുഴപ്പമില്ല ഭാനുമേ. ഒറ്റയ്ക്കാവുന്നത് എനിക്കിപ്പോ ഒരു ശീലമായി. ഞാനിപ്പോ നിങ്ങളുടെ കൂടെ ഇരുന്ന മക്കൾ ആരെങ്കിലും ഉണർന്ന് കരഞ്ഞ ആഹാരം പാതി വഴിക്കിട്ട് പോവേണ്ടി വരും ഭാനുമേ. ഞാൻ വേഗം കഴിച്ചെഴുന്നേറ്റോളാം. ചേച്ചി ഇരുന്നോ. എന്തിനാ ചിരു ധൃതി വെക്കുന്നേ? എനിക്ക് വിശപ്പ് തോന്നണ്ടേ? ഞാൻ കുറച്ച് ജോലികളൂടെ ഒതുക്കിയിട്ടേ കഴിക്കൂ. ചേച്ചി ഇങ്ങോട്ട് ഇരുന്നേ. ചേച്ചി കഴിക്കാതിരിക്കുന്ന കാണുമ്പോ ആരെയോ വെയിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. രഘുവേട്ടൻ രാത്രി വരുമെന്ന് വല്ലതും വിളിച്ചു പറഞ്ഞോ ചേച്ചി? ആ, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലല്ലേ എന്നെ വിളിക്കാൻ പറ്റൂ. അതെന്താ അമ്പിളി നീ ഫോൺ ഉപയോഗിക്കണ്ടെന്ന് വെച്ച്? എനിക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഭാനുമ്മേ. ഒന്നാമത് അതിൽ കുത്തിയിരിക്കാൻ സമയമില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അച്ഛൻ്റെ കയ്യിലും ചിരുവിൻ്റെ കയ്യിലും ഒക്കെ ഫോൺ ഉണ്ടല്ലോ. അല്ല, അപ്പൊ നാളത്തെ ഫംഗ്ഷന് വരാൻ രഘുവേട്ടനോട് അമ്പിളി ചേച്ചി വിളിച്ചു പറഞ്ഞില്ലേ? ഞാനെന്തിനാണ് രഘുവേട്ടനെ വിളിച്ചു പറയുന്നത്? ഇത് രഘുവേട്ടൻ്റെ കൂടെ വീടല്ലേ. ഇവിടെ നടക്കുന്ന ഫംഗ്ഷന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കണോ?